വിഷ്ണു ദേവന്മാരോട് പറഞ്ഞു, പാലാഴി മഥനം ചെയ്യൂ, അമൃതം കിട്ടും. അതിനാൽ ദേവന്മാരും അസുരന്മാരും ചേർന്ന് തീർച്ച ചെയ്തു. മഥനം നടത്തുമ്പോൾ വിഷം പുറത്തു വന്നു. ഈ വിഷം ലോകത്തെ നശിപ്പിക്കാൻ ആകാമായിരുന്നു. ശിവൻ വിഷം കുടിച്ചപ്പോൾ വിഷം തൻ്റെ താടിയിൽ നിലനിൽക്കുകയായിരുന്നു. ഈ കാരണം ശിവൻ നീലകണ്ഠൻ എന്ന പേരിൽ അറിയപ്പെട്ടു. വിവിധ ദിവ്യ വസ്തുക്കളും മഹത്വങ്ങളും പുറത്തുവരുന്നു. മഥനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഥനത്തിൽ നിന്ന് കാമധേനം മാത്രം സമ്മാനിക്കുന്ന പശു ഉയർന്നു. മഥനത്തിന് ദൈവത്തിന്റെ ആശംസകൾ നൽകി മഹാലക്ഷ്മി ഉയർന്നു. അമൃതം സമുദ്രത്തിൽ നിന്ന് പുറത്തു വന്നു. എല്ലാം ദേവന്മാർക്കും അസുരന്മാർക്കും അതിന്റെ ഭാഗം നേടാനായി പോരാടും. ഗരുഡൻ അമൃതം കൈപ്പറ്റി അതിനെ ദേവന്മാർക്കായി പറന്നുകൊണ്ടുപോയി. അസുരന്മാർ അത് പിടിക്കാൻ എങ്കിൽ പരാജയപ്പെട്ടു. ഗരുഡൻ ദേവന്മാർക്ക് അമൃതം എത്തിച്ചു. അവർ സ്വർഗത്തിൽ സ്ഥാനം വീണ്ടെടുക്കുകയും അസുരന്മാർ പരാജയപ്പെടുകയും ചെയ്തു.